1997-98 ബജറ്റിൽ ഇടം പിടിച്ച പദ്ധതി. അങ്കമാലിയിൽ നിന്ന് എരുമേലിയിലേക്ക് 110 കിലോമീറ്റർ നീളത്തിൽ ശബരിപാത. പക്ഷേ പിന്നീടങ്ങോട്ട് പല കാരണങ്ങളാൽ നിന്നുപോയ പദ്ധതി. ഭൂമി നൽകി തൃശങ്കുവിലായ കുടുംബങ്ങൾ. റെയിൽവേ ഭൂമിയെന്ന വീടിന്റെ ചുമരിൽ ചാപ്പയടിച്ചതോടെ വീടും സ്ഥലവും ആരും വാങ്ങാൻ തയ്യാറാകാതെ ദുരിതത്തിലായവർ. വിൽക്കാനോ പണയം വെക്കാനോ കഴിയാത്ത അവസ്ഥ. അങ്ങനെ അകാല ചരമം നേരിട്ട പദ്ധതി കൊണ്ട് ദുരിതമനുഭവിച്ചവരാണ് പലരും. അങ്കമാലിയിൽ നിന്ന് കാലടി വരെ 7 കിലോമീറ്റർ ദൂരത്തിൽ റെയിൽവേ ലൈന്റെ നിർമ്മാണം പൂർത്തിയായതാണ്. എന്നാൽ തുടർചലനങ്ങളൊന്നുമില്ലാതെ ചേലാമറ്റം, ഒക്കൽ, കൂവപ്പടി, പെരുമ്പാവൂർ, രായമംഗലം, അശമന്നൂർ, വെള്ളൂർക്കുന്നം, വെങ്ങൂർ വെസ്റ്റ്, മൂവാറ്റുപുഴ, എരുമേലി അങ്ങനെ നീളുന്നു ദുരിതമനുഭവിച്ചവരുടെ ഇടങ്ങൾ. എന്നാൽ മരവിച്ചു കിടന്ന പദ്ധതിക്ക് സർക്കാർ പുനർജന്മം നൽകിയതോടെ കാത്തിരിക്കുന്നവർക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകുകയാണ് തീരുമാനം. കേരള സർക്കാർ കേന്ദ്ര സർക്കാർ കൊടുത്തു കഴിഞ്ഞു. ആഫീസ് തുറക്കുമെന്നാണ് പറഞ്ഞത്. ആഫീസ് തുടങ്ങിയ ഉടനെ അടുത്ത ആഴ്ചയോട് സ്ഥലമെടുപ്പ് തുടങ്ങുന്നൊക്കെയാണ് പറഞ്ഞത്, പേപ്പറിൽ കണ്ടത്. അതേ നമുക്കറിയാവുള്ളൂ. ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ ഫണ്ടാണോ കേന്ദ്ര ഗവൺമെൻറ് ഇലക്ഷൻ ഫണ്ടാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. കഴിഞ്ഞ 27 വർഷമായി ഞങ്ങൾ ഓരോ ഓഫീസുകളും എല്ലാം കയറി കിടക്കുന്നതാണ്. കയറി ഇറങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ ശരിയാവും എന്ന് പറയാൻ അല്ലാതെ ശരിയായിട്ടുണ്ടായില്ല. ഇന്നലെ എന്തായാലും ഇതിന് വലിയ ഒപ്പിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പിന്നില് പ്രവർത്തിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അഭിനന്ദനങ്ങൾ. ഭൂമി നൽകിയവർക്ക് നഷ്ടപരിഹാര തുക കൈമാറുന്നതിനൊപ്പം പദ്ധതി പുനരാരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന വികസനങ്ങൾ ചെറുതല്ല. അങ്കമാലി മുതൽ എരുമേലി വരെ ശബരിപാതയിൽ 14 സ്റ്റേഷനുകളാണ് ഉണ്ടാവുക. റെയിൽവേയിൽ കടന്നു ചെല്ലാത്ത മലയോര മേഖലകളിലേക്ക് കണ്ണിച്ചേരൽ. എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ മലയോര മേഖലകളിലെ ബിസിനസ്, ടൂറിസം, യാത്ര എന്നിവയിൽ ജനങ്ങളുടെ അടിസ്ഥാന ജീവിതത്തെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള വികസനവും വരും. അസ്തമിച്ചുപോയ പദ്ധതിക്ക് പുതുജീവൻ വന്നതോടെ വലിയ പ്രതീക്ഷയിലാണ് ഒരുപറ്റം കുടുംബങ്ങൾ. ഇനി വേണ്ടത് ആ പ്രതീക്ഷകൾ കെടാതെ കാത്തുസൂക്ഷിക്കുകയാണ്.